എറണാകുളം കോലഞ്ചേരിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയാണ്. മഴകൊണ്ട് ആക്രമണം. മാമ്പക്കാട് സ്വദേശി ജോർജിനെതിരെ കുന്നത്തനാട് പോലീസ് കേസെടുത്തു. മാമ്പക്കാട് സ്വദേശി മാത്യുവിനെയാണ് ജോർജ് മഴകൊണ്ട് ആക്രമിച്ചത്. അക്രമത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. എസ് ശ്യാംകുമാർ വിവരങ്ങൾ വച്ചിരുന്നു. ശ്യാം, എന്താണ് ഇതിന്റെ പ്രകോപനം? തച്ചിൽ നിന്ന് വെട്ടിപ്പൊട്ടിക്കുക. ഹാഷ്മി, ഈ ജോർജ് എന്ന് പറയുന്നയാൾ 7ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അക്രമത്തിന് ശേഷം മഴ കൊണ്ടാണ് ആ വീട്ടുകാരനെ അടിച്ച് പരിക്കേൽപ്പിച്ചത്. അതിൽ നിന്ന് ആ മഴ ഊരിത്തെറിച്ച് പോവുകയും ചെയ്തു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആൾ ആശുപത്രി വിടുന്ന മുമ്പ് തന്നെ സ്റ്റേഷൻ ജാമ്യം നൽകി പ്രതിയെ കുന്നത്തുനാട് പോലീസ് വിട്ടയച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായ കാര്യം. എങ്ങനെയാണ് ഈ ഒരു മാരകായുധം കൊണ്ട് ആക്രമിച്ച കേസിലെ പ്രതിയെ സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയക്കാൻ സാധിക്കുക എന്നുള്ളത് പോലീസിനോട് തന്നെ ചോദിക്കേണ്ട ഒരു വസ്തുതയാണ്. പ്രത്യേകിച്ച് ഗുണ്ടാക്രമണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കുന്നത്തുനാട് പോലീസിന്റെ ഈ മാതൃകാപരമായ പ്രവർത്തനം നടന്നിരിക്കുന്നത്. ഈ അക്രമത്തിന് ശേഷമാണ് പിന്നീട് ആ മഴുക്കൈ ഉപയോഗിച്ച് ആ പുതിയ കാർ തല്ലി തകർക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ കാണാം. ആ കാറിന്റെ ചില്ലുകൾ എല്ലാ വശത്തും നടന്ന് തല്ലി തകർക്കുകയാണ്. അവിടെ നിന്ന് ആളുകളൊക്കെ നിലവിളിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നോക്കാതെയാണ് ഈ അക്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. 7ലധികം ക്രിമിനൽ കേസുകളിലെ ഒരു പ്രതിക്കാണ് കുന്നത്തുനാട് പോലീസ് ഇത്രയും വലിയ സൗജന്യം ചെയ്തു കൊടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഹാഷ്മി.